അത്രേ ഉള്ളൂ. ഇങ്ങനൊരു അനിയനെ കിട്ടാൻ ഈ ഏട്ടൻ സുഹൃതം ചെയ്യണം. അനിയനോ? ജനനം കൊണ്ട് ഞാൻ മൂത്തതാണെന്നേ ഉള്ളൂ. കർമ്മം കൊണ്ട് അവനാ ഏട്ടൻ. പട്ടാഴിൽ എന്തിനും ഏതിനും കുഞ്ഞുണ്ണിയാ കേമൻ. അതെനിക്കിന്ന് മനസ്സിലായി. ഇത്രയും നാള് വിളിച്ച ദൈവങ്ങളോടല്ല, ഉണ്ണിയോടാ ഞാൻ നന്ദി പറയണ്ട്. എന്താ ഇത്? ഗുരുവായൂരപ്പന്റെ ശ്രീകോവിലിനുള്ളിൽ വെച്ച് 41 ദിവസം പൂജിച്ചെടുത്ത പട്ടുതാലിയ. ഇനി ഇതിനൊരു അവകാശം ഉണ്ടല്ലോ. എന്താ ഇയാൾ ഉദ്ദേശിക്കണേ? എന്റെ കഴുത്തിൽ ഈ ചരട് കെട്ടിത്തരണം. ഇപ്പോ ഈ നിമിഷം. കൊള്ളാം. കൊട്ടും കുരവയും അഗ്നിസാക്ഷിയുമില്ലാതൊരു വേളി നടക്കട്ടെ. അതാവും യോഗം. എന്നാലും 1000 കർഗഹോമങ്ങളുടെ ബലമുണ്ട് എന്റെ ഉണ്ണിയുടെ ആശീർവാദത്തിന്. അത് മതി, എനിക്കത് മതി. ചെമ്പറയിലേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചോ? ഈ യാത്ര ഞാനായിട്ടല്ല, ഈശ്വരൻ നിശ്ചയിച്ചതാണ്. മാധവൻ പോയിരിക്കും. പടനിലത്തിന്റെ എതിർവശത്ത് നിന്റെ അച്ഛനും സഹോദരങ്ങളുമാണ്. നിനക്ക് കരയാം. ചെമ്പ്ര ഇനി ശ്മശാന ഭൂമിയാകാൻ അധികം കാലമില്ല. ഒരു താത്രിക്കും രക്ഷിക്കാൻ കഴിയില്ല ചെമ്പ്രയെ.